സമ്മതിച്ചു. പക്ഷേ അദ്ദേഹത്തിനെ വ്യക്തിപരമായി ആക്ഷേപിച്ച് താറടിച്ച് രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അങ്ങനെയാണ്. തീർച്ചയായിട്ടും ശ്രീ കെ സി വേണുഗോപാൽ എന്താണെന്ന് അറിയാത്ത ആൾക്കാർ, കാരണം അദ്ദേഹം കുറച്ചു കാലമായി ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പാർത്ഥസാരഥി എന്ന് പറഞ്ഞ കെ സി വേണുഗോപാലായിരുന്നു. യുദ്ധം നയിച്ചു, പക്ഷേ യുദ്ധത്തിന് പാർത്ഥസാരഥി ആണ് അതിനെ നയിച്ചത്. അതെല്ലാവർക്കും, കോൺഗ്രസിലെ ഇൻസൈഡേഴ്സിന് എല്ലാവരും അറിയാം, എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. കെ സി വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കനൽ വഴികളെ വികൃതമായി ചിത്രീകരിച്ചു. അതൊന്നും പൊതുമണ്ഡലത്തിൽ എത്താൻ തടസ്സം സൃഷ്ടിച്ചിട്ട് വേണുഗോപാലിനെ അപനിർമ്മിതിയിലൂടെ ആക്ഷേപിക്കാൻ പരിശ്രമം നടന്നു. അത് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ് ആദ്യം അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് എൻ്റെ കയ്യിൽ അന്വേഷണ ഏജൻസി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അന്വേഷണ സംവിധാനമുള്ളവരല്ല അത് പറയേണ്ടത്. ഈ പടം നയിച്ചവനാണ് വി ഡി സതീശൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പ്രചാരണം തുടക്കം മുതൽ ഉണ്ടായത്. അത്തരം പരാമർശങ്ങൾ ഞാൻ ഇവിടെ പ്രതികരിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിക്കഴിഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളതിനെ അംഗീകരിക്കും. പക്ഷേ രാഷ്ട്രീയത്തിൽ അധാർമികമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതികരിക്കേണ്ടവർ യഥാസമയം പ്രതികരിച്ചിട്ടില്ലെങ്കിൽ, അതൊരു വിനാശത്തിൻ്റെ വിത്ത് പാകിയിട്ടുണ്ടെങ്കിൽ, അത് ഭാവി കേരള രാഷ്ട്രീയത്തെ മൊത്തത്തിൽ വിഷലിപ്തമാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഞങ്ങളുടെ എല്ലാം ചുമതലയാണ്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു നേതാവിനെ അവഗണിച്ചതിനെക്കുറിച്ചല്ല നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ഞാൻ സംസാരിച്ചത് എന്താണ്, ഇവിടെ നിർമ്മിക്കപ്പെട്ട ഒരു കൃത്രിമമായ ബുദ്ധി അത് വ്യാപകമായി വിറ്റഴിച്ചു. അത് വാങ്ങാൻ ഇവിടെ കുറേ ആൾക്കാരുണ്ടായി. അതിലൂടെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തി ആക്ഷേപിച്ചു. ആ അധാർമിക പ്രവൃത്തിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ മുഖ്യമന്ത്രിയായി മറ്റാൾക്കാർ ആയില്ല എന്നുള്ള കേവലമായ വ്യക്തിയാധിഷ്ഠിതമായ താല്പര്യത്തെയല്ല ഞാനിവിടെ ചോദിച്ചത്. അത് കെ സി വേണുഗോപാൽ തന്നെയല്ലേ ആദ്യം പുറത്ത് വന്ന് ഇതിനെ സ്വാഗതം ചെയ്തത്. കെ സി വേണുഗോപാലിനെതിരെയുള്ള ഈ പ്രചരണങ്ങൾ അന്വേഷിക്കണമെന്ന് രേഖാമൂലം തന്നെ ആവശ്യപ്പെടുമോ? ഞാൻ ഇപ്പോൾ പരസ്യമായിട്ട് ആവശ്യപ്പെടുകയല്ലേ. രേഖാമൂലം ആവശ്യപ്പെടുന്നത് രേഖാമൂലം തന്നെ ആവശ്യപ്പെടും. ഇത് കെ സി വിലക്കായിരുന്നാൽ മതി. അദ്ദേഹം സത്യത്തിൽ എന്താ സംഭവിച്ചറിയാമോ, കെ സിക്കെതിരെ തുടക്കമായി നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെ വിലക്കണം, നേരിടണം എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് അനുവദിക്കാത്തത്. അദ്ദേഹത്തെപ്പോലെ ഇത്രയും സംശുദ്ധമായ മനസ്സുള്ള, നിർമ്മലമായ മനസ്സുള്ള, സത്യസന്ധനായ, അഴിമതിരഹിതനായ ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഇന്നില്ല എന്ന് ഹൃദയത്തിൽ കഴിച്ചൊക്കെ പറയാൻ കഴിയും. ഞങ്ങൾക്ക് ഈ നേതാക്കന്മാരെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അറിയാം, എല്ലാവരും ഞങ്ങൾക്കറിയാം. കെ സി വേണുഗോപാൽ ആരാണെന്ന് ഞങ്ങൾക്ക് എല്ലാം അറിയാം. സൈക്കോ ഫാൻസി അല്ല, താരാരാധനയല്ല, ആരാണ് വേണുഗോപാൽ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ നിലപാടെടുക്കുന്നത്. അത്തരം ശാഠ്യങ്ങളൊന്നും എനിക്കില്ല, പക്ഷേ ഇത് അന്വേഷിക്കണം.